ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ കുതിരാനിൽ നിന്ന് എടുത്ത 4 പോത്തുംകുട്ടികൾ, മൊത്തം 5 എടുത്തു, ഒരെണ്ണം വേറെ ആൾക്കാണ്. അപ്പോൾ നമ്മുടെ 4 പോത്തുംകുട്ടികളത് കയറ്റുന്നു. ഞാൻ കുതിരാനിൽ നിന്ന് പോത്തുംകുട്ടികൾ എടുത്തപ്പോൾ കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ കമൻ്റ് ഇട്ടിരുന്നു, ചേട്ടാ എന്തിനാണ് ഇപ്പോൾ പോത്തുംകുട്ടികൾ എടുത്തത്, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും മനസ്സിലായില്ല, എന്തിനാണ് ഇപ്പോൾ പോത്തുംകുട്ടികൾ എടുത്തത്, ഫാമിൽ നല്ല വിലയല്ലേ, അങ്ങനെ ഒത്തിരി കമൻറ്റുകൾ ഇട്ടിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ പോത്തുംകുട്ടികൾ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചങ്ങോട്ട് വീഡിയോ നീങ്ങി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പോത്തുംകുട്ടികളൊക്കെ സെറ്റായി തുടങ്ങിയേക്കണു, പുല്ല് തിന്നു തുടങ്ങി. ചെറിയ തോതിൽ കൈത്തീറ്റ, ചെറിയ തോതിൽ കേട്ടോ, വളരെ ചെറിയ തോതിൽ കൈത്തീറ്റ തിന്നു തുടങ്ങി. അപ്പോൾ ഒരാഴ്ച ആവണം നമ്മുടെ പോത്തുകളുടെ അപ്ഡേഷൻ നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് നമ്മൾ പോത്തിനെ എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല വേനൽക്കാലമാണ്, നമ്മുടെ കയ്യിലുള്ള പോത്തുകളെ മെയിൻറ്റെയിൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പോത്തുകൾ എന്താ ചെയ്തതെന്നൊക്കെ ആളുകൾ ചോദിച്ചിരുന്നു. നമ്മുടെ കയ്യിലുള്ള പോത്തുകൾ ഏകദേശം ഒരു 3 മാസം കൂടി കയ്യിലുണ്ടാവും, 2.5-3 മാസം കയ്യിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് വലിയ പെരുന്നാൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ പോത്തുംകുട്ടികളെ, ഹരിയാന പോത്തുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ റിജിയാറിൻ്റെ കുതിരാൻ മുറ ഫാമിൽ നിന്ന് 2-3 കുട്ടികളെടുത്ത് വളർത്തണം എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കുറേ ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒന്ന് വളർത്തി കാണിക്കുക, വിലക്ക് എടുത്തിട്ട് നിനക്ക് മുതലാവുമോ, അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണോ. അന്നും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ തീർച്ചയായിട്ടും അവിടെ നിന്ന് കുട്ടികളെ എടുക്കുന്നു, പക്ഷേ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുത്തോളൂ എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചെറുതും വലുതായിട്ടുള്ള കുട്ടികളാണ് എടുത്തത്. ഏകദേശം 110, 115, 145, 175 അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള കുട്ടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ 2-3-4 മാസം നോക്കണ്ട, പക്ഷേ ഈ 2-3-4 മാസം കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2-3-4 മാസം കൊണ്ട് നമുക്ക് ഇവരൊക്കെ നല്ല രീതിയിൽ കേടുമാറി കിട്ടും, കൈത്തീറ്റകൾ എടുത്തു തുടങ്ങും. അതുമാത്രമല്ല, മഴ സംബന്ധമായിട്ടുള്ള, വെള്ള സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ പച്ചപ്പുല്ല് കണ്ടമാനം കഴിക്കുമ്പോഴത്തെ അവസ്ഥകൾ, ഇതിനൊക്കെ ക്ഷീണം മാറി കിട്ടും. അവരുടെ ക്ഷീണം മാറി കിട്ടിയാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെയുള്ള ഒരു കൊല്ലം നമുക്കതൊരു വളർച്ച തന്നെയാണ്. ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. നമ്മൾ സാധാരണഗതിയിൽ പോത്തുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ പെരുന്നാൾ കഴിഞ്ഞു, വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്കുള്ള, അതായത് 2026 നമ്മൾ വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം മെയ്യിൽ ലാസ്റ്റ് ജൂൺ 1 വലിയ പെരുന്നാൾ കഴിഞ്ഞു. ജൂൺ 1 നമ്മൾ അപ്പോൾ തന്നെ പോത്തിന് എടുക്കുന്നു. 2-3-4 മാസം നമ്മുടെ പോത്തിന് ഏകദേശം വെയിറ്റ് കുറവുള്ള പോത്തിന്, അല്ലെങ്കിൽ പിന്നെ ഒരു 10-400 കിലോ തൂക്കമുള്ള പോത്തായിരിക്കണം. അപ്പോൾ ഒരു 1.5 അല്ലെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ ക്ഷീണം മാറി കിട്ടും. പക്ഷേ ചെറിയ പോത്തുംകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, 150-ന് താഴെ 100-ൻ്റെ മേലേക്കുള്ള പോത്തുംകുട്ടികളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ 200-ൻ്റെ റേഞ്ചുള്ള പോത്തുംകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കുറവ് ഒരു 3-4 മാസമെങ്കിലും കേട് മാറാനെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് വളർച്ച കാണിക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പോത്തുംകുട്ടികളൊക്കെ നമ്മുടെ പോത്ത് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് കേടുമാറി കിട്ടും. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. സാധാരണഗതിയിൽ നമ്മളൊരു ചെറിയ പോത്തിനെ എടുത്താൽ ശരിക്ക് നമുക്കൊരു 3-4-5 മാസത്തെ ഒരു വളർച്ചയാണ് പോത്തുമ്മ കാണുന്നുള്ളൂ. ബാക്കിയുള്ളത് അതിൻ്റെ കേട് മാറാനും ക്ഷീണം മാറാനും അസുഖങ്ങൾ മാറാനൊക്കെയുള്ള ഒരു സമയമാണ് ഭൂരിഭാഗവും. ഫുള്ളെന്നല്ല, പക്ഷെ ഭൂരിഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ചോ, പോത്തുങ്ങൾ എടുത്തു കൊടുന്ന് നമ്മുടെ ചെറിയ പോത്തുങ്ങൾ ഒരു 3-4 മാസം, 2-3-4 മാസം, അല്ലെങ്കിൽ 4-5 മാസം, അത് ഓരോരുത്തരുടെ കേടനുസരിച്ച് ഏറ്റവും കുറവ് ഒരു 3-4 മാസം നമുക്ക് അതിന് നല്ല മാതിരി സമയം വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു 4-5 മാസമാണ് നമുക്ക് വളർച്ച കാണിക്കുന്നത്. പിന്നെ നമുക്ക് നിങ്ങൾ ഈ പോത്തുംകുട്ടികളുടെ തല, അതായത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ തീർച്ചയായിട്ടും ഞാൻ പറയാം കേട്ടോ. ഞാൻ പല ഫാമുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ ഫാമുകളെ അപേക്ഷിച്ചും നമുക്കൊരു 20 രൂപ അല്ലെങ്കിൽ ഒരു 25 രൂപ അല്ലെങ്കിൽ ഒരു 10-20 രൂപ കൂടുതലാണ്. അതായത് ഏകദേശം 500 കിലോ എന്ന് പറയുമ്പോൾ എനിക്ക് സിമ്പിളായിട്ടൊരു 12,000 രൂപയുടെ താഴെ എനിക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ 1,00,000 രൂപ 12,000 വന്നാൽ എനിക്ക് 90,000-ന് കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ ഒരു 92-ന് കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ ഒരു 95-ന് കിട്ടുന്ന സാധനം 1.10-ൻ്റെ താഴെയായി. അപ്പോൾ എനിക്ക് അതൊരു 10-12,000 നഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മൾ നല്ല കുട്ടികളെ നോക്കി എടുക്കണമെന്നും വളർത്തണം, നമുക്കൊരു നല്ല ആഗ്രഹമായിരുന്നു കുതിരാനിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ചന്തയിൽ നല്ല പോത്തും കുട്ടികളെ കിട്ടില്ലേ, അല്ലെങ്കിൽ ചന്തയിലത്തെ പോത്ത് വളരില്ലേ,
ചന്തയിലത്തെ പോത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ഇത്ര ക്വാളിറ്റി കിട്ടാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ചന്തയിൽ നല്ല പോത്തുംകുട്ടികൾ വളരെ 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 കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയായിരിക്കും. എന്നാൽ ഒരു 300 കിലോയ്ക്ക് മേലെയുള്ള പോത്തുംകുട്ടികൾ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു പുറത്തിറക്കൂലയിൽ. പക്ഷേ 100, 150, 200, 250 റേഞ്ചിലുള്ള പോത്തുംകുട്ടികൾക്കൊക്കെ നല്ല ഡിമാൻഡും ഉണ്ട്, നല്ല കുട്ടികളില്ലാണ് താനും. ഇനി ചന്തയിൽ കയറി ലോഡ് ഇറങ്ങുന്ന സമയത്താണെങ്കിലോ എണ്ണം പറഞ്ഞ ഫാമുകളിലേക്ക് അവ ചുമപ്പം മോന്തക്കയറിട്ട് ഹരിയാന മുറയായിട്ട് കയറി പോവുകയും ചെയ്യും. ഒരു 2-3 കൊല്ലമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഫാമുകളിലും എനിക്ക് തോന്നുന്നു പെരുമ്പിലാവ്, കുഴൽമന്നം, വാണിയംകുളം ചന്തകളിൽ ലോഡ് വരുന്ന കന്നുകളിൽ നല്ലൊരു ശതമാനം നമ്മുടെ ഫാമുകളിൽ കയറി വരുന്നുണ്ട് എന്നുള്ള സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പിന്നെ ചന്തയിൽ കയറി നമുക്ക് ഒരു കുട്ടി 2 കുട്ടിക്കൊക്കെ ചന്ത മാറി 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 കയറി നമ്മൾ സമയം വേസ്റ്റാക്കണം. പിന്നെ നമ്മൾ വിചാരിച്ച ഒരു രീതിയിലുള്ള വിലക്കുറവും നമുക്ക് ചന്തയിൽ കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ സാധാരണഗതിയിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം നല്ല ചൂടുള്ള സമയം, പോത്തുംകുട്ടികൾക്ക് തീരെ ഇടിവുള്ള സമയമാണ്. ഒന്നും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ വലിയ പെരുന്നാളിന് 2-3 മാസം നോക്കാൻ പറ്റിയ പോത്തുകൾക്കാണ് വില കൂടുതലും. ചെറുകുട്ടികൾ വാങ്ങിക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥയും സാധാരണഗതിയിൽ 2 കൊല്ലം മുപ്പാട് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം വരെ ഏകദേശമൊക്കെ കണ്ടിരുന്നു. അതായത് കഴിഞ്ഞ കൊല്ലം കൊടുങ്ങല്ലൂർക്ക് ഞാൻ എടുത്തു കൊടുത്ത ആ ചേട്ടൻ എന്നെ ഈ കൊല്ലം വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാനില്ല, സാധാരണ ഞാൻ വളരെ കുറവാണ് പോത്തുംകുട്ടികൾ എടുത്തു കൊടുക്കൽ, നിൽക്കാറില്ല. കഴിഞ്ഞ കൊല്ലം 23-21 എടുത്തിരുന്ന ആ കുട്ടികൾ ഇന്ന് പറയുന്നത് ഒരു 32-35 അപ്പോൾ നിങ്ങൾക്ക് മാറ്റം മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തുകൊണ്ടോ ചെറിയ കുട്ടികളെ, ക്വാളിറ്റിയുള്ള കുട്ടികളെ 100-110 ഉള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് ഈ പോത്തുകൾ പോകാറാകുമ്പോഴേക്കും നമ്മളതൊരു 200 റേഞ്ചിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ചെറിയ തോതിൽ കൈത്തീറ്റകൾ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തുകളൊക്കെ നല്ല മാതിരി പുല്ല് തിന്നു തുടങ്ങി, നല്ല മാതിരി വൈക്കോല് തിന്നു തുടങ്ങി. അവരുടേതായ രീതിയിലുള്ള ക്ഷീണങ്ങളൊക്കെ അവർ മാറ്റി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ പഴയ ഒരു ഫെബ്രുവരിയിലത്തെ ഒരു വീഡിയോ ഉണ്ടോ. അപ്പോൾ നമ്മുടെ പോത്തുകൾക്ക് നല്ല മാതിരി പച്ചപ്പുല്ല് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പാടത്ത് പുല്ല് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നല്ല മാതിരി പച്ചപ്പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പോത്തുകൾ വേനൽക്കാലത്ത് കൂടുതലും വളരുന്നത് നല്ല മാതിരി പച്ചപ്പുല്ലും നല്ല മാതിരി കൈത്തീറ്റകളും തിന്നിട്ടാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ചെറിയ പോത്തുങ്ങളെ, അതും ഹരിയാന മുറ എന്ന് പറയുന്ന ആ പോത്തുങ്ങളെ തൂക്കി വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ചന്തയിൽ ഒരു കുട്ടിയെ കിട്ടും, മറ്റേ കുട്ടിയെ എടുക്കണമെങ്കിൽ ഇതിനേക്കാൾ ഇരട്ടി വിലയുള്ള ഒരു സംഭവം ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചന്തയിൽ നിന്ന് എടുക്കാണ്ട് ഫാമിൽ നിന്ന് പോയി എടുത്തത്. ഇത് നമ്മുടെ ഫെബ്രുവരിയിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്.